ഹലോ അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷംന. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അതായത് ഞാൻ മൈക്കലം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് കുറച്ച് കലംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണ്, ഇത് കമ്മീഷൻഡ് വർക്ക്സ് ഒന്നുമല്ല. അതായത് അവർ പറഞ്ഞ് ചെയ്യിപ്പിച്ച സംഭവമല്ല, എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ചെയ്തതാണ്. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അവർ അതിൻ്റെ പ്രൈസും അതുപോലെ തന്നെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ രണ്ടാമത് കാണിച്ച പിക്ചറിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങിയത്. അതായത് ഒരു ബിഗിനർ കിറ്റായിരുന്നു. 300 രൂപയ്ക്ക് നമുക്ക് 5 കലം, അതുപോലെ തന്നെ ഒരു 15 ml ബ്ലാക്ക് ഇങ്ക് ബോട്ടിൽ, പിന്നെ ലിക്ക, ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് 300 രൂപയ്ക്ക്. അതും ഡെലിവറി ഫ്രീ ആണ്. അപ്പോൾ ഡെലിവറിക്ക് വേണ്ടി എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കണ്ട. അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മൾ വാങ്ങിയ സംഭവം. അപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു 2 പാക്കറ്റാണ് കിട്ടിയത്. ഒരു പാക്കറ്റിൽ നമ്മുടെ 5 കലം ഉണ്ടായിരുന്നു. പിന്നെ പാക്കേജിങ് അത്ര പോരാ, അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല. കാരണം അവരതിന് വേണ്ടി എക്സ്ട്രാ പൈസ നമ്മുടെ നിന്ന് വാങ്ങാത്ത കാരണം കൊണ്ട് തന്നെ അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ടാവുകയുള്ളൂ പാക്കിങ്ങിന്. എന്നാലും അത്യാവശ്യം കേടാവാതെ തന്നെ സംഭവം വീട്ടിലെത്തി. പിന്നെ അവർ ഒരു DTDC എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൊറിയർ സർവീസ് വെച്ചിട്ടാണ് നമുക്ക് അയച്ചു തന്നത്. അപ്പോൾ കൊറോണ ഇതൊക്കെ കാരണം കൊണ്ട് തന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നില്ല, നമ്മുടെ ടൗണിലേക്ക് വന്നു. ഞാൻ ടൗണിൽ പോയി വാങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ടൗണിൻ്റെ അടുത്ത് തന്നെ കാരണം വലിയ കുഴപ്പമുണ്ടായില്ല. ഇന്നാണ് കിട്ടിയത്. ഇന്ന് തന്നെ ഞാൻ പോയി വാങ്ങിച്ചു കേട്ടോ. ഇന്നാണ് അവിടെ വന്നത്. ഓക്കെ, ഞാനിത് ഓർഡർ ചെയ്തിട്ട് ഏകദേശം 2 ആഴ്ചയിലും കൂടുതലായി. അവർ 4 ദിവസത്തിനുള്ളിൽ എത്തുന്നതാണ് പറഞ്ഞത്, പക്ഷേ 2 ആഴ്ച എടുത്തു നമ്മുടെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. പിന്നെ എനിക്ക് തന്നെ തോന്നി, എന്തായാലും കൊറോണ പ്രശ്നങ്ങളൊക്കെ നടക്കല്ലേ, അപ്പോൾ ഡെലിവറി ചെയ്യാൻ അവർക്കായി ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും, അങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ 2 ആഴ്ച എടുത്തു കേട്ടോ ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് 5 സൈസിലുള്ള കലംസാണുള്ളത്. 2 mm മുതൽ 10 mm വരെയുള്ള സൈസിലുള്ള കലംസാണുള്ളത്. അതായത് 2 mm, 4 mm, 6, 8, 10 അങ്ങനെ കേട്ടോ. 5 കലംസ് കിട്ടി. പിന്നെ രണ്ടാമത്തെ പാക്കറ്റിലാണ് നമ്മുടെ ഇങ്കും അതുപോലെ തന്നെ ലിക്ക ഉണ്ടായിരുന്നത്. 15 ml ഒരു ബോട്ടിലാണ്. ബ്ലാക്ക് ഇങ്ക് മാത്രമാണ് ഈ ഒരു കോമ്പോയിലുള്ളൂ. നമുക്ക് കളർ മാറ്റാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ കളർ പിന്നെ മാറ്റാനൊന്നും ചോദിച്ചില്ല, ബ്ലാക്ക് ഇങ്കാണ് വാങ്ങിച്ചത്. അതുപോലെ തന്നെ ഒരു പാക്കറ്റിൽ ലിക്കയും ഉണ്ടായിരുന്നു. അപ്പോൾ പലർക്കും ലിക്ക എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ ലിക്ക എന്താണെന്നും അതുപോലെ തന്നെ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ഇങ്ക് അത് വെച്ചിട്ട് നമ്മൾ വരയ്ക്കുക എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെന്ന് വെച്ചെങ്കിൽ, എൻ്റെ പേര് ഷംന എന്നാണ്. ഞാൻ അറബിക് കാലിഗ്രഫി, ഇംഗ്ലീഷ് കാലിഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, അതുപോലെ തന്നെ ഇസ്ലാമിക് ഇലസ്ട്രേഷൻ, ഇസ്ലാമിക് ജിയോമെട്രി അതുപോലത്തെ വീഡിയോസൊക്കെയാണ് എൻ്റെ വീഡിയോയിൽ, അതായത് എൻ്റെ ചാനലിൽ ഞാൻ പബ്ലിഷ് ചെയ്യാറ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ട് വെച്ചെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പോരാതെ തന്നെ ബെല്ലൈക്കൻ വേണമെങ്കിൽ അമർത്തുക, അല്ലെങ്കിൽ നിങ്ങളുടെ സൗകര്യപ്രകാരം ഇഷ്ടമുള്ള ടൈമിൽ ഇരുന്ന് കാണാം കേട്ടോ. ഓക്കെ, പിന്നെ ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിലുണ്ടെങ്കിൽ അവർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാനുമുള്ള മെയിൻ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭയങ്കര വില കൂടുതലാണ് കലംസിനൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജസിലൊക്കെ. ഞാൻ ആദ്യം ഒരു കലംസിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കലംസിന് ഞാൻ പ്രൈസ് കൊടുത്തത് ഒരു പേജിൽ അന്വേഷിച്ചിട്ടുള്ള പ്രൈസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് ഏകദേശം 3 കലത്തിന് തന്നെ 450 രൂപ അത്ര അങ്ങോട്ട് ഉണ്ടായിരുന്നു. 3 ആണോ 5 ആണോ ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ നല്ല വില ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് വളരെ പ്രൈസ് കൂടുതലാണ്. അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ് തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇവർ ഇങ്ങനെ തുടങ്ങി വന്നിട്ടേ ഉള്ളൂ. അതായത് ഒരു ബിഗിനർ ലെവലിൽ എത്തിയിട്ടുള്ള ഒരു ചെറിയൊരു പേജാണ്. അപ്പോൾ അവർക്കും ഒരു എൻകറേജ്മെൻറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ട് വെച്ചെങ്കിൽ ഞാൻ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതുപോലെ തന്നെ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പേജിനെ കുറിച്ച് പറയാനുള്ളത്. അവർ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അതായത് നമ്മുടെ കലംസും, നമ്മുടെ ബാംബു കലം മാത്രമല്ല, ഇന്തോനേഷ്യൻ ബെലി കലംസൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. സെലി കലംസൊക്കെ പ്രൊവൈഡ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞുകൂടാം. എന്തായാലും ബാംബു കലംസിന് ഉള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പിക്ചറിൽ കൊടുത്തല്ലോ, അതാണുള്ളത്. പിന്നെ ഹർ പേപ്പർ, അതുപോലെ തന്നെ ഗ്ലോസി ഷീറ്റ്, ഇതൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പല കളറിലുള്ള ഇങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇതാണ് ലിക്ക എന്ന് പറയുന്ന സാധനം. ഇത് ഇങ്ങനെയല്ല ഇതിൻ്റെ കറക്റ്റ് ഫോം. ഇത് ശരിക്കും പിരിഞ്ഞിട്ടാണ് കിട്ടേണ്ടത്. ചിലപ്പോൾ ഇത് വില കുറവായ കാരണം അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവുള്ളായിരിക്കും. എന്നാലും അത്യാവശ്യം നന്നായിട്ട് വന്നു. ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞതാണല്ലോ. ഓക്കെ, അപ്പോൾ ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു
4 കളറിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും. എനിവേ ഞാനിതിൽ നിന്ന് ചെറിയൊരു പീസ് എടുക്കുന്നുണ്ട്. ഈ പീസ് എടുത്തിട്ട് നമ്മളിത് വേർപ്പെടുത്തി എടുക്കണം. അതായത് ഇതിൻ്റെ നൂലുകളൊക്കെ വേർപ്പെടുത്തി എടുത്തിട്ട് നമ്മൾ ഒരു ഉണ്ട ഷേപ്പിലാക്കിയിട്ട് നമ്മൾ ഫില്ല് ചെയ്യാണ് ചെയ്യുക. അതായത് ഒരു ബാമിൻ്റെ ഡപ്പൊക്കെ ഉണ്ടാവില്ലേ, അതുപോലത്തെ ഒരു ഡപ്പയാണ് നമ്മളിതിന് വേണ്ടി യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ജാറ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെച്ചെങ്കിൽ ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. നമ്മുടെ വിക്സിൻ്റെ ഒക്കെ ജാറില്ലേ, അതുപോലത്തെ ഒരു ജാറാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ചെറിയ നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഒക്കെ ചെറിയ ഡപ്പകളൊക്കെ ഉണ്ടാവില്ലേ, ചെറുത്, അങ്ങനത്തെ ഡപ്പകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ നൂലൊക്കെ നമ്മൾ വേർപ്പെടുത്തി എടുക്കുക. അങ്ങനെ വേർപ്പെടുത്തിയിട്ട് നമ്മൾ ഓരോ നൂല് സെപ്പറേറ്റ് ആക്കി എടുക്കണം. സെപ്പറേറ്റ് ആക്കി എടുക്കുമ്പോൾ നമുക്കിങ്ങനെ പഞ്ഞി പോലെ ഉണ്ടാവില്ലേ, അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. എന്നിട്ട് നമ്മളിതൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുക. എല്ലാം മാക്സിമം നമ്മൾ വേർപ്പെടുത്താൻ നോക്കുക. കട്ട് കുത്തി ഇരുന്നുണ്ടെങ്കിൽ വലിയ എഫക്റ്റ് ഉണ്ടാവില്ല. എല്ലാം വേർപ്പെടുത്തി എടുക്കലാണ് ഇതിൻ്റെ മാക്സിമം എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു കറക്റ്റ് വേ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ മാക്സിമം വീഡിയോൻ്റെ ലെങ്ത്ത് കുറച്ചിട്ട് മാക്സിമം കവർ ചെയ്യുന്ന രീതിയിൽ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാം വേർപ്പെടുത്തി എടുക്കുക കേട്ടോ. വേർപ്പെടുത്തി എടുത്തതിന് ശേഷം നമ്മുടെ ജാറ്, ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു ഭംഗിയുള്ളൊരു ജാറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ടൈപ്പിലുള്ള ജാറും വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാനതിന് കൈകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ജാറിൽ ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജാറിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിങ്ങനെ എന്തായാലും പൊന്തി നിൽക്കും, ഒരു പഞ്ഞി പോലല്ലേ ഉണ്ടാവുക, പൊന്തി നിൽക്കും. അപ്പോൾ നമ്മളൊരു കലം വെച്ചിട്ട്, ഞാനിപ്പോൾ ഒരു പഴയ കലം വെച്ചിട്ടാണ് ഇതിലേക്ക് ഇങ്ക് നമ്മൾ ഒഴിച്ചതിന് ശേഷം അത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഡൗട്ട് ഉണ്ടെച്ചെങ്കിലും ഒക്കെ കമൻറ്റ് ബോക്സിൽ പറയാം. ഞാൻ മറ്റൊരു വീഡിയോയിൽ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അത് ഞാൻ അങ്ങനെ ആ ജാറിൽ എടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ മരുന്ന് കൊടുക്കില്ലേ, ആ ഡിപ്പർ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഇങ്ക് ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഈ സാധനം ഒരുവിധം കുട്ടികളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഉപയോഗിക്കാത്ത സാധനം എടുക്കുക കേട്ടോ. പിന്നെ അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മരുന്നെടുക്കാനൊന്നും ഉപയോഗിക്കില്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. നമ്മളിത് മൂടി അയക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാക്കേജിങ്, കുപ്പിയുടെ പാക്കേജിംഗ് എന്ന് വെച്ചാൽ അതിനൊരു ചെറിയൊരു അടപ്പും കൂടി ഉണ്ട്. മെയിൻ അടപ്പ് കൂടാതെ തന്നെ അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ലീക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു ലെവലിലാണ് നമ്മുടെ കുപ്പി കിട്ടിയിട്ടുള്ളത്. ഇതൊരു കംപ്ലീറ്റ്ലി ഒരു ഗ്ലാസ് ബോട്ടിലല്ല, ഒരു ഗ്ലാസ് പ്ലസ് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അപ്പോൾ അതിലാണ് ഇങ്ക് വന്നിട്ടുള്ളത്. അത്യാവശ്യം കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള ഇങ്ക് തന്നെയാണ്, എന്നാലും വലിയ ഒരു ക്വാളിറ്റി പറയാനില്ല. പിന്നെ പോരാത്തിന് ഇത് ഫ്രീ കിട്ടിയതാണല്ലോ, അതായത് 5 കലം മേടിച്ചപ്പോൾ നമുക്ക് ഫ്രീ കിട്ടിയതാണ് ഈ ഇങ്കും ലിക്ക എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി വ്യത്യാസങ്ങളുണ്ട്, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം കളർ കിട്ടി കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ ഡിപ്പർ വെച്ചിട്ട് ഇങ്ക് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു, ലിക്കയിലേക്ക് ഒഴിച്ചു. അപ്പോൾ ലിക്കയിലേക്ക് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ നടുവിൽ മാത്രം ഒറ്റിക്കാതെ എല്ലാ സൈഡിലേക്കും ആക്കിയതിന് ശേഷം നമ്മുടെ ബാമ്പു കലം വെച്ചിട്ട് നന്നായി സ്പ്രെഡ് ആക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജാറുണ്ടല്ലോ, ആ ബോട്ടിൽ വലുതാണെന്നുണ്ട് വെച്ചെങ്കിൽ അധികം നിറയ്ക്കരുത്. ചെറുതാണെങ്കിൽ നിറച്ച് വെച്ചോളൂ. വലുതാണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ ഇതിനൊക്കെ നല്ല കുഴിയുണ്ട്. അപ്പോൾ കുഴിയുള്ള കാരണം കൊണ്ട് തന്നെ ഞാൻ അടിഭാഗത്ത് മാത്രം ഇത് ചെയ്യുന്നുള്ളൂ, വല്ലാണ്ട് ചെയ്യുന്നില്ല. ഇതെന്തിനാ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാമ്പു നമ്മൾ മുക്കുമ്പം ബാമ്പു വല്ലാതെ മുങ്ങിപ്പോകരുത്. മുങ്ങിപ്പോയിട്ടുണ്ട് വെച്ചെങ്കിൽ നമ്മൾ പിന്നെ എഴുതുന്ന സമയത്ത് ഇങ്ക് കൂടുതലാവും, നമ്മുടെ പേപ്പറിൽ കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ബാമ്പു കലത്തിൻ്റെ ആ ഡിപ്പ് മാത്രം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് മതി. പിന്നെ ഇതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി, അതായത് എത്രത്തോളം ഇങ്ക് ഇതിൽ നിറച്ചിട്ടുണ്ടെന്ന് അറിയാൻ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ബോട്ടിലുണ്ടല്ലോ, ആ ജാറ് നമ്മൾ തലകുത്തി പിടിക്കുമ്പോൾ ജാറിൽ നിന്ന് അത് പോകാൻ പാടില്ല, അതായത് ഇങ്ക് ഒഴുകാൻ പാടില്ല. അപ്പോൾ അതിന് മുന്നേ സ്റ്റോപ്പ് ആക്കണം. പോരാതെ തന്നെ നമ്മൾ ജാറിങ്ങനെ ചെരിക്കുമ്പോൾ ഒന്നും ഇങ്ക് പോകാൻ പാടില്ല. പിന്നെ നമ്മൾ കലം അതിൽ കുത്തി പിടിക്കുമ്പോൾ ഇങ്ക് അതിൽ കാണണം, ഇങ്ങനെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ അതിൽ നിർത്തുക കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ ഓരോ കലംസും എഴുതിയിട്ട് വെച്ച് വരക്കുന്നുണ്ട്. ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്, എത്രത്തോളം സൈസ് ഉണ്ടെന്ന് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 മില്ലി മുതൽ 2, 4, 6, 8, 10 അങ്ങനെ 5 എണ്ണം ഞാനിതിൽ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ വേറെ ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു വീഡിയോയിൽ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇവർ ക്യാഷ് ഓൺ ഡെലിവറി ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതായത് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പൈസ അടയ്ക്കണം. പൈസ അടച്ചിട്ട് അത് സ്ക്രീൻഷോട്ട് അവർക്ക് സെൻഡ് ചെയ്താലാണ് അവർ നമ്മുടെ ഓർഡർ ഡിസ്പാച്ച് ചെയ്യുള്ളൂ. ഡിസ്പാച്ച് ചെയ്തിട്ട് അവർ പറയുന്ന സമയം എന്ന് പറയുന്നത് 4 ദിവസമാണ്. പക്ഷേ അതിലും കൂടുതൽ ടൈം എടുക്കും നമുക്ക് എത്താൻ. ഇത്രയൊക്കെ ഉള്ളൂ. എന്നാലും 300 രൂപയ്ക്ക് വളരെ നല്ലൊരു ഓഫർ തന്നെയായിരുന്നു ഇത്. അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. പോരാത്തതിന് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.